ഹലോ, വെൽക്കം ബാക്ക്. ചക്കയില്ലാത്ത നാടിപ്പോൾ ഉണ്ടാവില്ല അല്ലേ? എല്ലായിടത്തും ഇഷ്ടംപോലെ ചക്ക മൂത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചക്ക വേവിക്കലാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ വേണം, വെളുത്തുള്ളി വേണം, ചെറിയ ജീരകം വേണം, അതുപോലെ തന്നെ കറിവേപ്പില വേണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരക്കരുത്, മിക്സിയിലിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു ലെയറ് ചക്ക ഇട്ടതിന് ശേഷം കുറച്ച് ഇതുപോലെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയൊക്കെ ഇല്ലേ, അതിൻ്റെ മേലെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ചക്കയും കൂടി ഇട്ട് ലെയറായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിന് മേലെ കുറച്ച് ചക്കയും കൂടി ഫില്ല് ചെയ്ത് വെച്ച് കുറച്ച് കറിവേപ്പിലയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ആവിയെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൂടി തുറന്ന് കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. നല്ല അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ചക്ക വേവിക്കുന്നത്. പക്ഷെ എന്ത് ടേസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട, അത്രയും നല്ല ടേസ്റ്റാണ്. നല്ല ഉണക്കവപ്പയൊക്കെ വേവിക്കുന്ന പോലെ നല്ലതായിട്ടിരുന്നു കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുന്നു ചക്ക. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ സാധാരണ ചക്ക വേവിക്കുമ്പോൾ അതിൽ പച്ചമുളക്, കാന്താരി മുളകോ അല്ലെങ്കിൽ കൊമ്പമുളകോ കൂട്ടി അരച്ചിട്ടാണ് നമ്മൾ ചക്ക വേവിക്കുക. പക്ഷേ ഇത് ചതച്ചിട്ടും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ലെയറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇത്രയും കാലം ചക്ക വേവിച്ച് കഴിച്ചിട്ട് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ കേട്ടോ. നല്ല അടിപൊളി ചക്കയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അച്ചാറും ഉണക്കവത്തലുമായിരുന്നു കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല മഴയും നല്ല ചൂട് ചക്കയും കഴിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെന്ന് ചക്ക പറിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.